നോമ്പ് നൊമ്പരമുളവാക്കുന്നതാണ്. കുരിശു ചുമക്കലിൻ്റെ, പ്രായശ്ചിത്തത്തിൻ്റെ, അനുതാപത്തിൻ്റെ നൊമ്പരാനുഭവങ്ങൾ പേറുന്ന പുണ്യദിനങ്ങളാണ് നോമ്പ്. ഒരുവൻ്റെ ഇഷ്ടങ്ങൾക്ക് കുറുകെ അപരൻ്റെ ആഗ്രഹങ്ങൾ കടന്നു പോകുമ്പോഴാണ് കുരിശ് രൂപപ്പെടുന്നതെന്ന് സാഹിത്യകാരന്മാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കുരിശ് രൂപപ്പെടുന്നത് തന്നെ നൊമ്പരാനുഭവത്തിലാണ്. ജീവിതത്തെ പൊള്ളിക്കുന്ന സകല ജീവിതാനുഭവങ്ങളെയും വിളിക്കാൻ പറ്റിയ പേര് കുരിശെന്ന് തന്നെയാണ്. പക്ഷെ വിശ്വാസ ജീവിതം നമുക്ക് നൽകുന്ന പാഠം ഈ കുരിശിലൂടെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. കുരിശൊഴിവാക്കുന്നത് ക്രിസ്തീയതയ്ക്ക് ചേർന്നതല്ല എന്നർത്ഥം. കുരിശിൻ്റെ നൊമ്പരാനുഭവങ്ങളെ പുൽകാനുള്ള ശ്രമമാണ് ഈ നോമ്പുകാലം. അതിനുള്ള പ്രചോദനം എൻ്റെ വീഴ്ചകൾക്ക് പരിഹാരമായി കാൽവരിയിലേക്ക് കുരിശും വഹിച്ചുകൊണ്ട് നടന്നുപോയ നസ്രായൻ്റെ പീഡാനുഭവ യാത്രയാണ്. ഈ നോമ്പിൻ്റെ വിശുദ്ധമായ ദിനങ്ങളിൽ നമുക്കും കുരിശിനോട് ചേരാം, കുരിശ് വഹിക്കാൻ പരിശ്രമിക്കാം. കാരണം നമ്മൾ വഹിക്കുന്ന കുരിശുകളാണ്, നമ്മൾ സഹിക്കുന്ന സഹനങ്ങളാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു ഒരുക്കിയിട്ടുള്ള വിശുദ്ധ പാതകൾ.